നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിലെ BJP വോട്ടുകൾ ആർക്ക് കിട്ടും? അവിടെ തങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ താല്പര്യമില്ലെന്നാണ് BJP നേതൃത്വം ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന BJP കോർ കമ്മിറ്റി യോഗത്തിലും നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ആവശ്യമില്ല എന്ന വാദത്തിനാണ് മുൻതൂക്കം കിട്ടിയത്. കഷ്ടിച്ച് 10,000-ൽ പരം വോട്ടുകളെ BJPക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളൂ. ആ വോട്ടുകൾ BJP സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ എവിടെ ചെല്ലും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. രണ്ട് മുന്നണികൾക്കും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ആ വോട്ടുകൾ അവരുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് രണ്ട് മുന്നണികൾക്കും, പ്രത്യേകിച്ച് UDFന് വലിയ ചിന്താക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ BJP മത്സരിക്കുന്നില്ല എന്ന് വന്നാൽ ആ വോട്ടുകൾ ആർക്ക് പോകും? BJPയുടെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയെന്നവർ പറയുന്നത് BJP തൽക്കാലം അവിടെ സ്ഥാനാർത്ഥി ഇല്ലാതെ മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ്. കാരണം 10,000 വോട്ടുകൾക്ക് താഴെ BJPക്ക് വന്നാൽ ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തിന് അത് വലിയ തിരിച്ചടിയാവും. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സംസ്ഥാന കമ്മിറ്റി വന്നതിന് ശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. അതിൽ കൊണ്ടേ തലവെച്ച് കൊടുത്ത് BJPക്ക് എങ്ങാൻ വോട്ട് കുറഞ്ഞാൽ അത് രാജീവ് ചന്ദ്രശേഖറിന് വ്യക്തിപരമായി തന്നെ തിരിച്ചടിയാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥി വേണ്ടെന്നുള്ള തീരുമാനമാണ് നിലവിൽ അവർ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ 10,000-ൽ പരം വോട്ടുകൾ ആർക്ക് പോകും BJP മത്സരിച്ചില്ലെങ്കിൽ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. UDFന് പോകും എന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. CPM ഏതായാലും അവിടെ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരല്ല. കാരണം ഭാഗ്യത്തിനെങ്ങാൻ ജയിച്ചു കയറിയാലേ ഉള്ളൂ. 67-ൽ സഖാവ് കുഞ്ഞാലി ജയിച്ചതിന് ശേഷം അവിടെ പിന്നെ ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിക്കുന്നത് 2016-ൽ PV അൻവറാണ്. പിന്നെ 2021-ൽ അൻവർ ആ വിജയം ആവർത്തിച്ചു. സഖാവ് കുഞ്ഞാലി കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന 70-ലെ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ UDF ആണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ CPMന് ഇപ്പോഴും വലിയ വിജയപ്രതീക്ഷ അവിടെയില്ല. പക്ഷെ BJP വോട്ടുകൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ, കുറെ LDFിലേക്കും കുറെ UDFിലേക്കും പോയാൽ ചിലപ്പോൾ LDFന് തങ്ങളുടെ വോട്ടുകൾ വർദ്ധിപ്പിക്കാനും UDFനെ ഒന്ന് പിടിച്ചു കെട്ടുവാനും സാധിക്കും. BJPക്ക് ഉള്ള വോട്ടുകൾ UDFിലേക്ക് മൊത്തത്തിൽ ഒലിച്ചു പോയാൽ UDF സ്ഥാനാർത്ഥി വൻ വിജയം നേടുമെന്നും CPMന് അറിയാം. ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണം CPM തുടങ്ങി വെച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് UDFനെ സഹായിക്കാനാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും UDF അവിടെ ജയിക്കുന്ന കാര്യത്തിൽ BJPക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം UDF അല്ലെങ്കിൽ കോൺഗ്രസ് എത്ര കണ്ട് ശക്തി ക്ഷയിക്കുന്നുവോ അതാണ് തങ്ങൾക്ക് നല്ലതെന്ന് BJP തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് BJP വോട്ടുകൾ ഇനി ഇടതു മുന്നണിക്ക് എങ്ങാൻ പോയാലോ? അപ്പോൾ ഇടതു മുന്നണി സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയില്ല. പക്ഷേ UDFന് അത് വലിയ തലവേദനയാവും. ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി പണിയെടുത്താലേ പിന്നെ ജയിക്കാൻ കഴിയും. അതുകൊണ്ട് BJP വോട്ടുകൾ എങ്ങോട്ട് പോകും, ആരുടെ കയ്യിലേക്ക് പോകും, ഇതാണ് ഇപ്പോൾ അവിടുത്തെ വലിയ ചർച്ച. 10,000 വോട്ട് എന്ന് പറയുന്നത് അത്ര നിസ്സാരം വോട്ടല്ല. ഇലക്ഷന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഏത് ഇതിനെയും സ്വാധീനിക്കാൻ കഴിയുള്ളതാണ് ഈ 10,000 വോട്ടുകൾ. ഒന്നാമത് BJP വോട്ടുകൾ കേഡർ വോട്ടുകളാണ്. 99.5% കേഡർ വോട്ടുകളാണ്. ഒരുപക്ഷെ നേതൃത്വം വിചാരിച്ചാൽ വിചാരിച്ച ചാനലിലേക്ക് വോട്ട് ചെയ്യിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ UDFന് നല്ല ഭയം ഇക്കാര്യത്തിലുണ്ട്. BJP സ്ഥാനാർത്ഥി നിർത്തിയെങ്കിൽ അവർക്ക് ഇത്രയും തലവേദന ഉണ്ടാവില്ലായിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പകുതിയായിട്ട് BJP വോട്ടുകൾ തിരിഞ്ഞു പോയാലും അത് LDFന് ചെറിയ നേട്ടമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ UDF വളരെ ജാഗ്രതയിലാണ്. BJPക്ക് കിട്ടാവുന്ന നിഷ്പക്ഷ വോട്ടുകൾ UDFന്റെ പെട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും LDF അല്പം സന്തോഷത്തിലാണ് BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ. കാരണം ഇനി UDF ജയിച്ചാലും അത് BJP വോട്ട് വാങ്ങിച്ച് ജയിച്ചതാണെന്ന് അവർക്ക് പറയാം. ഇനി BJP വോട്ടുകൾ കുറെ LDFിലേക്ക് പോയി UDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞാലും അത് തങ്ങളുടെ വിജയമാണെന്ന് അവർക്ക് അവകാശപ്പെടുകയും ചെയ്യാം. ഏതായാലും BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് UDFന്റെ ചങ്കിടിപ്പ് കൂട്ടുമ്പോൾ LDFന് അല്പമൊന്ന് ആശ്വസിക്കാനുള്ള വകയും അത് നൽകുന്നുണ്ട്.